ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFEയുടെ സുവർണ ജൂബിലി ചിട്ടിയ 50 പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും. പിന്നെ കാര്യങ്ങളുള്ളതാണേ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 3 ഞായറാഴ്ച. രാജ്യത്ത് കോവിഡ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അനുമതി നൽകി. ഓക്സ്ഫോർഡ് സർവകലാശാല സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിനും ICMRന്റെ സഹകരണത്തോടെ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിനുമാണ് ഉപാധികളോടെ അനുമതി നൽകിയത്. രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ 2 വാക്സിനുകളും ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാശ്രയ ഇന്ത്യ എന്ന സ്വപ്നം നിറവേറ്റാനുള്ള ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിന്റെ അഭിനിവേശമാണ് ഇത് കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനായ കോവാക്സിന് അടിയന്തര അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് ശശി തരൂർ MP. 3ാം ഘട്ട പരീക്ഷണം പൂർത്തിയാകാത്ത വാക്സിന് അനുമതി നൽകിയത് അപകടത്തിലേക്ക് നയിച്ചേക്കാമെന്നും വാക്സിന്റെ ഉപയോഗം ഒഴിവാക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും LDF വിടില്ലെന്ന് NCP നിർവാഹക സമിതി അംഗം തോമസ് K. തോമസ്. പാല ആയാലും കുട്ടനാടായാലും ആര് എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് LDF ആണെന്നും നിലവിലെ വിവാദങ്ങൾ NCPയെ തകർക്കാനുള്ള ലക്ഷ്യത്തോടെയുള്ളതാണെന്നും തോമസ് K. തോമസ്. പാല സീറ്റിൽ തർക്കത്തിന്റെ ആവശ്യമില്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരം മാസ്റ്റർ. സിറ്റിംഗ് സീറ്റുകളിൽ വിജയിച്ച ഘടകകക്ഷികളെ അവിടെ തന്നെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ രീതി. സീറ്റിന്റെ കാര്യത്തിൽ NCP തർക്കം ഉന്നയിച്ചിട്ടില്ലെന്നും ഒത്തുതീർപ്പെന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ NCP വിട്ട് കോൺഗ്രസ് എസിലേക്ക് പോകുന്നു എന്നത് അണികളിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതിനു വേണ്ടി ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഇത്തരം വാർത്തകൾ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തവയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഹരിപ്പാട് മത്സരിക്കില്ലെന്ന വാർത്തകൾ തള്ളി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഹരിപ്പാട് തന്നെ മത്സരിക്കുമെന്നും അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. തൃപ്പരുന്തര പഞ്ചായത്തിൽ LDF അധികാരത്തിൽ വരുന്നതിനെ UDF പിന്തുണച്ചത് രാഷ്ട്രീയപരമായ തീരുമാനമാണെന്ന് ചെന്നിത്തല. സ്വപ്ന സുരേഷിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയത് പഞ്ചാബിലെ സ്ഥാപനമെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. പഞ്ചാബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദേവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്ന സ്ഥാപനമാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയത്. തൈക്കാട് പ്രവർത്തിച്ചിരുന്ന എഡ്യൂക്കേഷണൽ ഗൈഡൻസ് സെന്റർ എന്ന സ്ഥാപനമായിരുന്നു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുവാൻ ഇടനിലക്കാരായതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം തൈക്കാട് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം 2017 പൂട്ടിപ്പോയതാണെന്നും പോലീസ്. ചലച്ചിത്രമേള കോവിഡ് ക്ഷണിച്ചുവരുത്തി എന്ന ദുഷ്പേര് സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ഉണ്ടാവാൻ പാടില്ലെന്ന് മന്ത്രി AK ബാലൻ. അതുകൊണ്ടാണ് 4 ഇടങ്ങളിലായി മേള സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും തിരുവനന്തപുരം തന്നെയാവും സ്ഥിരം വേദിയെന്നും AK ബാലൻ. ഈ രാക്ഷസ കൊതുകുകൾ ഇതെപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ നാളിതുവരെ കേട്ടിട്ടില്ലാത്ത ചില സമവാക്യങ്ങൾ ഉരുത്തിരിയുന്നതായി കാണുന്നുവെന്നും ഈ കൂട്ടുകെട്ട് വന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും പ്രസക്തി ഇല്ലാതെയാവുകയാണെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരള രാഷ്ട്രീയത്തിൽ UDFനെ ഹൈജാക്ക് ചെയ്ത് കുഞ്ഞാലിക്കുട്ടി കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. BJP നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാനിരിക്കെ 39 സീറ്റുകളിൽ അവകാശവാദം ഉന്നയിച്ച് BDJS. സീറ്റുകൾ വെച്ചുമാറുന്നതിൽ പ്രശ്നമില്ല, എന്നാൽ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരരുതെന്നാണ് BDJS നിലപാട്. BJP സംഘടനാ സെക്രട്ടറി BL സന്തോഷുമായി നാളെ നടത്തുന്ന ചർച്ചയിൽ പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഇക്കാര്യം അറിയിക്കും. ആനക്കാംപൊയിലിൽ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആന ചെരിഞ്ഞു. 14 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ വെള്ളിയാഴ്ച ആനയെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് അയച്ചിരുന്നുവെങ്കിലും അവശനായ ആന സമീപത്ത് കുഴഞ്ഞു വീണു. നിർജ്ജലീകരണമാണ് ആനയുടെ നില വഷളാക്കിയത്. കാസർഗോഡ് പാണത്തൂരിൽ വിവാഹ സംഘം സഞ്ചരിച്ച ബസ് വീടിന് മുകളിലേക്ക് മറിഞ്ഞ് കർണാടക സ്വദേശികളായ 6 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. 2 കുട്ടികളും 2 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് മരിച്ചത്. ഔറംഗാബാദ് നഗരത്തിന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര ഭരണമുന്നണിയിൽ തർക്കം.
ഔറംഗാബാദിന്റെ പേര് സംഭാജി നഗർ എന്ന് മാറ്റാനുള്ള ഉദ്ധവ് താക്കറെ സർക്കാരിന്റെ നീക്കമാണ് ഭിന്നതയ്ക്ക് കാരണം. പേരുമാറ്റ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷനും റവന്യൂ മന്ത്രിയുമായ ബാലാസാഹിബ് തോറാട്ടും കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപവും രംഗത്തു വന്നതാണ് ഭിന്നത വെളിപ്പെടാൻ കാരണമായത്. ഗുജറാത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒവൈസിയുടെ AIMIMുമായി കൈകോർക്കുമെന്ന് ഭാരതീയ ട്രൈബൽ പാർട്ടി. AIMIM നേതാവ് ഇമിത്യാസ് ജലീലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഭാരതീയ ട്രൈബൽ പാർട്ടി നേതാവ് മഹേഷ് ഭായ് ചോട്ടു വാസവയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തർക്കങ്ങളെ തുടർന്ന് കോൺഗ്രസുമായുള്ള സഖ്യം ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് ഭാരതീയ ട്രൈബൽ പാർട്ടിയുടെ പുതിയ പ്രഖ്യാപനം. സൗദി അറേബ്യ ഏർപ്പെടുത്തിയ താൽക്കാലിക യാത്രാവിലക്ക് പിൻവലിച്ചു. ബ്രിട്ടനിൽ ജനിതക മാറ്റം സംഭവിച്ച കോവിഡിന്റെ വ്യാപനം കണ്ടെത്തിയതിനെ തുടർന്ന് ഡിസംബർ 20 മുതൽ സൗദിയിലേക്ക് പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്ന് കര, വ്യോമ, നാവിക അതിർത്തികൾ സൗദി അടച്ചിരുന്നു. ഓസ്ട്രേലിയ ഇന്ത്യ അവസാന ടെസ്റ്റ് അനിശ്ചിതത്വത്തിൽ. ബ്രിസ്ബെയിനിലാണ് 4ാം ടെസ്റ്റ് നടക്കേണ്ടത്. എന്നാൽ സിഡ്നി ടെസ്റ്റിന് ശേഷം താരങ്ങൾ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് നൽകിയ മറുപടി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.